സ്കന്ദർ രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിലും തീരുമാനം. കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് സാധ്യത. ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഷിംജിതയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവും മൊഴിയും ശേഖരിക്കാൻ അന്വേഷണ സംഘം. കുന്നമംഗലം കോടതിയിൽ ഷിംജിത ജാമ്യാപേക്ഷ നൽകും. മകനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യയുടെ ശിക്ഷാവിധി ഇന്ന്. വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വിധി പറയുക തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം. കൂടുതൽ തെളിവുകളുമായി SITയുടെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ. ആദ്യ കേസിലെ അതിജീവിതയുടെ സത്യവാങ്മൂലം കാട്ടി ജാമ്യം പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷൻ. കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്രം. DPR തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തി. വരിക 430 കിലോമീറ്റർ റെയിൽ പാത. പൊന്നാനിയിൽ ഓഫീസ് തുറക്കാൻ E. ശ്രീധരൻ. മാഘമഹോത്സവത്തിന്റെ ഭാഗമായുള്ള രഥയാത്ര ഇന്ന് തിരുനാവായയിൽ. തമിഴ്നാട് അനുമതി നിഷേധിച്ച യാത്ര ആരംഭിച്ചത് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന്. രഥയാത്ര ശ്രീചക്ര മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ട്. ഇന്ത്യയുമായി നല്ല വ്യാപാര കരാർ വരുമെന്ന് ആവർത്തിച്ച് ട്രംപ്. നരേന്ദ്രമോദി മികച്ച നേതാവെന്ന് പ്രതികരണം. യൂറോപ്പുമായുള്ള ചുങ്കപ്പോരിൽ അയഞ്ഞ അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ബലം പ്രയോഗിക്കില്ല എന്നും ട്രംപ്. ന്യൂസിലാൻഡിനെതിരായ 2020 ഇന്ത്യയ്ക്ക് ജയത്തുടക്കം. നാഗ്പൂരിൽ ജയം 48 റൺസിന്. പരമ്പരയിൽ 1-0 മുന്നിൽ.